ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികാരവും സമ്പത്തും തമ്മിലുള്ള ബന്ധം എപ്പോഴും ചർച്ചയാകാറുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ കയ്യിൽ എത്ര രൂപയുടെ സ്വത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 31 മുഖ്യമന്ത്രിമാരുടെ ആകെ സ്വത്ത് 3660 കോടി രൂപയാണ്. ഇതിൽ 1000 കോടിയിലധികം സ്വത്തുള്ളവർ മുതൽ ലക്ഷങ്ങൾ മാത്രം കയ്യിലുള്ളവർ വരെയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആര്? ഏറ്റവും പാവപ്പെട്ട മുഖ്യമന്ത്രി ആര്? നമുക്ക് നോക്കാം. മുഖ്യമന്ത്രിമാരുടെ കോടികളുടെ കണക്ക്. ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയുടെ ശരാശരി സ്വത്ത് 118.07 കോടി രൂപയാണ്. 31 മുഖ്യമന്ത്രിമാരിൽ 25 പേരും കോടീശ്വരന്മാരാണ്. ഇതിൽ 4 പേർക്ക് 100 കോടിയിലധികം രൂപയുടെ സ്വത്തുണ്ടെന്ന് അവർ തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട്. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വമ്പൻ സാമ്പത്തിക ശക്തിയിലേക്കാണ്. സമ്പന്നരുടെ പട്ടികയിൽ ദക്ഷിണേന്ത്യൻ കരുത്ത്. സമ്പന്നരായ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. DK ശിവകുമാർ, കർണാടക. 1413 കോടി രൂപയിലധികം ആസ്തിയുള്ള ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി. ചന്ദ്രബാബു നായിഡു, ആന്ധ്രാപ്രദേശ്. 931 കോടി രൂപയുടെ സ്വത്തുമായി 2ാം സ്ഥാനത്ത്. ജോസഫ് വിജയ്, തമിഴ്നാട്. 648 കോടി രൂപയുടെ ആസ്തിയോടെ 3ാം സ്ഥാനത്ത്. ഏറ്റവും കുറഞ്ഞ സ്വത്തുള്ളവർ. പട്ടികയുടെ മറ്റൊരു വശത്ത് ലക്ഷങ്ങൾ മാത്രം ആസ്തിയുള്ള മുഖ്യമന്ത്രിമാരുമുണ്ട്. ഒമർ അബ്ദുള്ള, ജമ്മു കാശ്മീർ. വെറും 55.24 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപിത സ്വത്ത്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ആസ്തിയുള്ള മുഖ്യമന്ത്രി ഇദ്ദേഹമാണ്. സുവേന്ദു അധികാരി, പശ്ചിമ ബംഗാൾ. 85.87 ലക്ഷം രൂപയുടെ ആസ്തിയുമായി 2ാം സ്ഥാനത്ത്. ഭജൻലാൽ ശർമ്മ, രാജസ്ഥാൻ. 1.03 കോടി രൂപയുടെ ആസ്തിയുള്ള ഇദ്ദേഹമാണ് പട്ടികയിൽ താഴെ നിന്ന് 3ാമത്. ദേവേന്ദ്ര ഫട്നാവിസിന്റെ ആസ്തി എത്ര? മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ കണക്കുകൾ നോക്കിയാൽ 2024 തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം പ്രകാരം ഏകദേശം 13.27 കോടി രൂപയുടെ ആസ്തിയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇതിൽ 7.63 കോടി രൂപയുടെ ജംഗമ വസ്തുക്കളും 5.64 കോടി രൂപയുടെ സ്ഥാവര വസ്തുക്കളും ഉൾപ്പെടുന്നു. ക്രിമിനൽ കേസുകളും മുഖ്യമന്ത്രിമാരും. സ്വത്ത് വിവരം മാത്രമല്ല, മുഖ്യമന്ത്രിമാരുടെ നിയമപരമായ പശ്ചാത്തലവും ഈ റിപ്പോർട്ടിലുണ്ട്. 31 മുഖ്യമന്ത്രിമാരിൽ 14 പേർക്കെതിരെയും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഇതിൽ 11 മുഖ്യമന്ത്രിമാർക്കെതിരെ ഗൗരവ സ്വഭാവമുള്ള ക്രിമിനൽ കേസുകളാണ് ഉള്ളതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജനാധിപത്യ രാജ്യത്തെ ഉന്നത നേതാക്കളുടെ സാമ്പത്തികവും നിയമപരവുമായ അവസ്ഥകൾ തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് ഈ റിപ്പോർട്ട് തുറന്നു കാട്ടുന്നത്. മുഖ്യമന്ത്രിമാരുടെ ഈ കോടികളുടെ കണക്കുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആസ്തി ഇത്രയധികം വർദ്ധിക്കുന്നത് നല്ലൊരു പ്രവണതയാണോ? താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള പൊളിറ്റിക്കൽ, ബിസിനസ് വാർത്തകൾക്കും സാമ്പത്തിക വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.